This video is the continuation of skeletal system of rabbit. Next is about forelimb. The forelimb of rabbit is short and its hand is fixed in the plantigrade position. That means palm touching the ground. റാബിറ്റിൻ്റെ ഹാൻഡ് എന്ന് പറയുന്നത് പ്ലാന്റിഗ്രേഡ് പൊസിഷനിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവരുടെ പാം എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. The upper arm of rabbit is supported by a bone called humerus. റാബിറ്റിൻ്റെ അപ്പർ ആം സപ്പോർട്ട് ചെയ്യുന്ന ബോണിൻ്റെ പേരാണ് ഹ്യൂമറസ്. And this is the enlarged image of humerus. Humerus consists of a cylindrical shaft and two extremities. This is the cylindrical shaft of humerus, and the proximal extremity of humerus consists of head and two prominences called greater tuberosity and lesser tuberosity. ഹ്യൂമറസിന് രണ്ട് റീജിയൻസ് ആണ് മെയിൻലി ഉള്ളത്. സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഷാഫ്റ്റും ദെൻ രണ്ട് എക്സ്ട്രിമിറ്റീസും. അതിൽ പ്രോക്സിമൽ എക്സ്ട്രിമിറ്റിയിലാണ് ഹെഡ് ഉള്ളത്. ദെൻ രണ്ട് പ്രോമിനൻസസ് ഉണ്ട് ആൻഡ് ദേ ആർ കോൾഡ് ഗ്രേറ്റർ ആൻഡ് ലെസ്സർ ട്യൂബറോസിറ്റീസ്. ആൻഡ് ദിസ് ഹെഡ് റീജിയൻ ഫിറ്റ്സ് ഇൻ ടു ഗ്ലീനോഡ് ക്യാവിറ്റി ഓഫ് പെക്ട്രൽ ഗിർഡിൽ ടു ഫോം ദ ഷോൾഡർ ജോയിൻറ്റ്. ഈ ഹ്യൂമറസിൻ്റെ ഹെഡ് റീജിയൻ എന്ന് പറയുന്നത് പെക്ട്രൽ ഗിർഡിലിൻ്റെ ഗ്ലീനോഡ് ക്യാവിറ്റിയിലേക്കാണ് ഫിറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് അവർ ഷോൾഡർ ജോയിന്റ് ഫോം ചെയ്യുന്നത്. There is a groove called bicipital groove between these two tuberosities. And this bicipital groove is for the tendon of biceps muscles. ഈ രണ്ട് ട്യൂബറോസിറ്റീസിൻ്റെയും ഗ്രേറ്റർ ട്യൂബറോസിറ്റിയുടെയും ലെസ്സർ ട്യൂബറോസിറ്റിയുടെയും ഇടയിൽ ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവാണ് ബൈസിപ്പിറ്റൽ ഗ്രൂവ്. ബൈസെപ്സ് മസിലിൻ്റെ ടെൻഡണിന് വേണ്ടിയിട്ടുള്ള ഗ്രൂവാണ് ഈ ബൈസിപ്പിറ്റൽ ഗ്രൂവ് എന്ന് പറയുന്നത്. There is a pulley-like structure at the other end of the humerus and it is called a trochlea. And tendon passes through this trochlea. Tendon is a fibrous connective tissue that connects muscle to bone. മസിലിനെയും ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെൻഡൺ. ഈ ഹ്യൂമറസിൻ്റെ ഒരു എൻഡിൽ കാണുന്ന പുള്ളി ലൈക്ക് സ്ട്രക്ചറാണ് ട്രോക്ലിയ. ഈ ട്രോക്ലിയയിലൂടെയാണ് ടെൻഡൻ പാസ് ചെയ്തു പോകുന്നത്. ആൻഡ് ട്രോക്ലിയ ഹാസ് ടു ലാറ്ററൽ എക്സ്പാൻഷൻസ് കോൾഡ് കോണ്ടൈൽസ് ഫോർ ദ ആർട്ടിക്കുലേഷൻ ഓഫ് അൾന. ട്രോക്ലിയയ്ക്ക് രണ്ട് ലാറ്ററൽ എക്സ്പാൻഷൻസ് ഉണ്ട്, അതാണ് കോണ്ടൈൽസ്. കോണ്ടൈൽസ് എന്ന് പറയുന്നത് അൾനയുടെ ആർട്ടിക്കുലേഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. Now about forearm of rabbit. Forearm is supported by radius and ulna. റാബിറ്റിൻ്റെ അപ്പർ ആം സപ്പോർട്ട് ചെയ്യുന്ന ബോണാണ് ഹ്യൂമറസ്. അതേപോലെ റാബിറ്റിൻ്റെ ഫോറാം സപ്പോർട്ട് ചെയ്യുന്നതാണ് റേഡിയസ് ആൻഡ് അൾന. ആൻഡ് റേഡിയസ് ആൻഡ് അൾന ആർ പെർമനൻ്റ്ലി ആൻഡ് ഇമ്മൂവബിളി യുണൈറ്റഡ് ത്രൂ ഔട്ട് ദർ ലെങ്ത് in the position of pronation. Pronation refers to the natural side-to-side movement of the foot as the animal walk or run. There is a deep pit at the proximal end of ulna called a sigmoid notch, and the sigmoid notch is for the articulation of the trochlea of humerus. ഹ്യൂമറസിൻ്റെ ട്രോക്ലിയനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൾനയുടെ പ്രോക്സിമൽ എൻഡിൽ ഒരു സിഗ്മോയിഡ് നോച്ച് പ്രസൻ്റ് ആണ്. At the base of the sigmoid notch, there is a backward process called olecranon process which forms the protruding elbow. Then about the wrist region of rabbit. The wrist region or carpus has 9 carpels arranged in 3 rows. റാബിറ്റിൻ്റെ wrist region അല്ലെങ്കിൽ കാർപ്പസ് എന്ന് പറയുന്നത് 3 റോസിൽ 9 കാർപ്പൽസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. And these are the 3 rows having 9 carpels. The proximal carpels are radial, intermedium, ulnar and pisiform. These are the 4 proximal carpels. And the middle carpels consist of centrale. And distal carpels include trapezium, trapezoid,
magnum, and the unciform. So this is the carpal region and this is the metacarpal region. The metacarpus or palm is supported by 5 elongated metacarpals. The fingers are supported by small phalanges. The first finger has 2 phalanges and the remaining ones have 3 each. റാബിറ്റിൻ്റെ wrist region സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളതാണ് കാർപ്പൽസ് എന്ന് പറയുന്നത്. ദെൻ അവരുടെ പാം റീജിയൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് മെറ്റാകാർപ്പൽസ്. The first finger has 2 phalanges, but the remaining ones have 3 each. So the phalangeal formula of forelimb is 2, 3, 3, 3, 3. All the terminal or ungual phalanges are clawed. You can see clawed phalanges here. Next, about the pectoral girdle of rabbit. Number of bones is much reduced in pectoral girdle. On each side of the pectoral girdle, there are only 2 bones called coracoscapula and clavicle. Coracoscapula is also known as shoulder blade and it is thin and flat, whereas clavicle is slender and rod-like. Coracoscapula is formed by the fusion of a large scapula and a reduced coracoid. കൊറാക്കോസ്കാപ്പുല ഫോം ചെയ്തിട്ടുള്ളത് ഒരു സ്കാപ്പുലയും അതേപോലെ കൊറക്കോയിഡും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് കൊറക്കോയിഡ് ഈസ് റെപ്രസെൻറ്റഡ് ഓൺലി ബൈ എ കൊറക്കോയിഡ് പ്രോസസ്. അറ്റ് ദ എപ്പിക്കൽ സൈഡ് ഓഫ് കൊറാക്കോസ്കാപ്പുല there is a glenoid cavity. And at the base of the scapula there is a suprascapular cartilage. On the outer side of the scapula there is a scapular spine. Presence of the scapular spine is a characteristic of mammals. And the scapular spine divides the scapula into pre-spinous and post-spinous portions. You can see the divisions, pre-spinous and post-spinous portions. And the scapular spine terminates in a process called metachromion process. Next, about the hind limb of rabbit. In the hind limb, thigh is supported by femur. This is the femur bone. It has a central shaft and 2 expanded extremities. This is the central shaft region of femur and these are the extremities. The proximal end of femur contains a head and its actual proximal end is produced into a stout process called greater trochanter or first trochanter. And there is a lesser trochanter situated just below the head region. And just opposite to this lesser trochanter, there is third trochanter. Then, at the distal extremity of femur, there are 2 flat processes called condyles. And sliding between the condyles, there is a flat tendon bone called patella. The shank region of rabbit is supported by tibia and fibula. The lower half of the tibia and fibula is in the fused form called tibiofibula. Fibula is short and slender and do not articulate with the femur at the knee joint. But tibia is long and stout and it articulates with the condyles of the femur and it forms the knee joint. Fibula നീ ജോയിൻറ്റിൽ ഫെമറായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല, ബട്ട് ടിബിയ എന്ന് പറയുന്നത് ഫെമറായിട്ട് നീ ജോയിൻറ്റിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അറ്റ് ദ പ്രോക്സിമൽ എൻഡ് ഓഫ് ടിബിയ ആൻഡ് ഫിബുല ദർ ഇസ് എ റിഡ്ജ് കോൾഡ് നിമിയൽ ക്രെസ്റ്റ് ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് മസിൽസ്. ടിബിയയുടെയും ഫിബുലയുടെയും പ്രോക്സിമൽ എൻഡിൽ മസിൽസിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിഡ്ജ് ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് നിമിയൽ റിഡ്ജ്. Ankle region is supported by 6 tarsals arranged in 3 rows. The proximal row has 2 tarsals called astragalus and calcaneum.
റാബിറ്റിന്റെ ആങ്കിൾ റീജിയനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 6 ടാർസൽസ് ഉണ്ട്. ഈ 6 ടാർസൽസും 3 റോസിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ 3 റോസിൽ പ്രോക്സിമൽ റോസിന് 2 ടാർസൽസ് ആണുള്ളത്. ആൻഡ് ദേ ആർ ആസ്ട്രാഗാലസ് ആൻഡ് കാൽക്കാനിയം. Calcaneum has a backward process called calcaneal process or heel bone. Then middle row has a single tarsal called navicular tarsal. Then distal row consists of 3 tarsals, namely mesocuneiform, ectocuneiform and cuboid. Next, about metatarsus region. Their metatarsus is supported by 5 metatarsals. First toe is absent in rabbit. The first metatarsal remains fused with the second one. Their toes are supported by small phalanges and all toes have 3 phalanges each. Their phalangeal formula is 0, 3, 3, 3, 3. The terminal phalanges are clawed. Finally, about pelvic girdle of rabbit. Pelvic girdle is formed of a compound bone called innominatum bone. Innominatum bone is the bone formed from the fusion of 3 bones called ilium, ischium and pubis. റാബിറ്റിന്റെ പെൽവിക് ഗേർഡിൽ ഫോം ചെയ്തിരിക്കുന്നത് ഒരു കോമ്പൗണ്ട് ബോൺ വെച്ചിട്ടാണ്. ആ കോമ്പൗണ്ട് ബോണിന്റെ പേരാണ് ഇനോമിനേറ്റം ബോൺ. ഈ ഇനോമിനേറ്റം ബോൺ എന്ന് പറയുന്നത് 3 ബോൺസിന്റെ ഫ്യൂഷൻ ആണ്. ആ 3 ബോൺസ് ആണ് ഇലിയം, ഇഷിയം ആൻഡ് പ്യൂബിസ്. In between the pubis and ischium is a wide space called obturator foramen or ischiopubic foramen. At the junction of the 3 bones, that is ilium, ischium and pubis, on the outer side there is a deep socket called acetabulum. The head region of femur fits onto this acetabulum and form the hip joint. On the ventral margin of this acetabulum, there is a small axillary bone called acetabular or cotyloid bone. And this is ilium. It is a large and broad bone. On its inner surface, it bears a crescentric articular surface for the sacrum. This is the articular facet for sacrum. This is ischium bone. It is also a broad bone. Posterior laterally, this ischium has a prominent projection called ischial tuberosity. Pubis and ischia of 2 sides meet in a middle line and forms pubeo-ischiatic symphysis. With this, we have come to the end of skeletal system of rabbit.